ഞാൻ എവിടെ പോയാലും അവിടെ ഉണ്ടല്ലോ. ഞാൻ ഏത് പ്രോജക്റ്റിനാണോ ട്രൈ ചെയ്യുന്നത് അതേ പ്രോജക്റ്റിന് അവനും ഉണ്ടാവും. ഇതിപ്പോൾ ഡീപ്പായിട്ട് പ്രേമിക്കുന്ന ലവേഴ്സിനെ പോലെ ഉണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. മിഥുൻ, വന്ന കാലിലിങ്ങനെ നിന്നാലോ? അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ടെൻഷൻ അടിച്ചൂടെ? ദേ ഒരുപാട് സീറ്റ് ഒഴിഞ്ഞോടപ്പുണ്ട്. ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് ആരാണാവോ പറഞ്ഞത്? കുഞ്ഞു കുഞ്ഞു പനികളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടേ തെർമോമീറ്ററിന് ആവശ്യമൊന്നുമില്ല. ശരീരത്തിന്റെ ക്ഷീണം കണ്ടാൽ മാത്രം മതിയാവും. അതിനെന്തിനാ മിഥുൻ ഇങ്ങനെ നോക്കുന്നത്? എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ടോ വലിയ ആളെ പോലെ ഇരുന്നിട്ടോ കാര്യമില്ല. മറ്റുള്ളവരോട് നന്നായി ബിഹേവ് ചെയ്യാൻ പഠിക്കുന്നില്ല കാര്യം. ഇതൊക്കെ പറഞ്ഞാലും ചില ആൾക്കാരുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവില്ല. എന്നെ പറയുന്നതിന് മുൻപ് നീ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നീ തന്നെ ഒന്ന് മനസ്സിലാക്ക. നീയും അത്ര വലിയ മാന്യനല്ലെന്ന് നിനക്ക് തന്നെ അറിയാലോ. മറ്റൊരാളെ പറയുമ്പോൾ പറയാൻ നമുക്കെന്ത് യോഗ്യതയുണ്ടെന്ന് ആലോചിക്കണം. ചാരു, അകത്ത് സംയുക്ത മാഡം ഉണ്ടോ? ഇവിടെ ഉണ്ട് മിഥുനേട്ടാ. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എൻ്റെ അല്ലേ? അതിനുവേണ്ടി സംയുക്തയെ ആദ്യം വിളിച്ചത് ഞാനായിരുന്നു. ചാരു, ഇതിനായിട്ട് ഫസ്റ്റ് വിളിച്ചത് ഞാനല്ലേ? മിഥുനേട്ടാ, ഞാൻ അകത്ത് പോയി നോക്കട്ടെ, മാഡത്തിനോട് സംസാരിക്കട്ടെ. ഫസ്റ്റ് ചേട്ടൻ തന്നെയാണെന്ന് ചോദിക്കാം. ഇപ്പൊ മാഡം കോൺഫറൻസ് ഹാളിലാണ് ഉള്ളത്. അവിടുന്ന് വന്നതിന് ശേഷം വിളിപ്പിക്കാം. മിഥുനേട്ടൻ വെയിറ്റ് ചെയ്യാം. ആയിക്കോട്ടെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ മിഥുനേട്ടാ. ചേച്ചി, വലിയ കുഴപ്പത്തിലാ പെട്ടത്. കുഴപ്പം എന്താ? അത് പുറത്ത് മിഥുനേട്ടൻ വന്നിട്ടുണ്ട്. അർജുൻ സാറും അവിടെ ഉണ്ട്. പക്ഷേ അർജുൻ സാറിന് മുമ്പ് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് മിഥുനേട്ടന് വേണമെന്നാണ് മിഥുനേട്ടൻ പറയുന്നത്. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? മിഥുനേട്ടൻ തന്നെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് കൊടുക്കാല്ലേ? നിക്ക് ചാരു, ആദ്യം ആരാണ് അപ്പോയിന്റ്മെന്റ് എടുത്തതെന്നറിയോ? ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുത്തത് അർജുൻ സാർ തന്നെയാ. പക്ഷേ സാറിന് പറഞ്ഞ മനസ്സിലാവില്ലേ? അതുകൊണ്ട് മിഥുനേട്ടൻ തന്നെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റിനെ വിളിക്കാം. വേണ്ട ചാരു, അതൊരു വലിയ തെറ്റായി പോവും. മനസ്സിലാക്കുന്നതല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ ശരിയായ രീതിയാണ് സ്വീകരിക്കേണ്ടത്. അതിന് മനസ്സിലെ വിഷമം നോക്കരുത്. പിന്നെ നമ്മൾ എന്താ ചെയ്യാ ചേച്ചി? അർജുനെ ആദ്യം കാണുകയാണെങ്കിൽ മിഥുനേട്ടൻ എന്തായാലും ദേഷ്യപ്പെടും. മിഥുനേട്ടനെയാണ് ആദ്യം കാണുന്നതെങ്കിൽ അത് അർജുന് ഒരുപാട് വിഷമം ഉണ്ടാക്കുകയും ചെയ്യും. ചാരു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചി, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ആർക്കും പ്രശ്നം ഉണ്ടാവില്ലല്ലോ? തീർച്ചയായിട്ടും ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ എന്താ ചാരു മേഡത്തിന് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാതിരിക്കാൻ പറ്റാതായെന്ന് തോന്നുന്നല്ലോ. ഹലോ ഹലോ വിവേക്. മേഡത്തിന് അവിടെ നല്ല ബിസിയുള്ള ജോലി ആയിരിക്കല്ലോ. ജോലിയൊന്നും കുഴപ്പമില്ല. പക്ഷെ ആദ്യത്തെ ടാസ്ക് അഗ്നി പരീക്ഷ തന്നെയായ എന്ത് ചെയ്യും? എന്താന്ന്? അഗ്നി പരീക്ഷ? അതെ വിവേക്, ആ അഗ്നി പരീക്ഷ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയാൻ വേണ്ടിയാ ഞാനിപ്പോ നിന്നെ വിളിച്ചത്. എന്താ ചാരു കാര്യം? ഇതാണ് കാര്യം. സോ വിവേക് പെട്ടെന്ന് തന്നെ ചേട്ടന് ഫോൺ ചെയ്യണം. മനസ്സിലായല്ലോ? ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്താ എനിക്ക് എന്താ പകരം തരാ? ഇത് ഞാൻ ഹെൽപ്പ് ചോദിച്ചതല്ല സർ, ഓർഡർ ആയിട്ട് കണ്ടാ മതി. ഓക്കെ. ഹലോ. ഹലോ വലിയേട്ടാ, പറയടാ. പിന്നെ ചേട്ടന്റെ വോയിസ് എന്താ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നേ? ഹലോ. അതിന് നിന്റെ വോയിസ് എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ. പറഞ്ഞോ. ഹലോ വലിയേട്ടാ. എന്താടാ, എന്താ കാര്യം? നീ ഇപ്പൊ വിളിച്ചെന്തിനാന്ന് പറ. വലിയേട്ടാ, ഇത് എവിടെയാ നിക്കുന്നേ? അവിടുന്ന് പറയുന്നത് എനിക്ക് ബ്രേക്ക് ആയിട്ടാ കേൾക്കുന്നേ.
ചേടാ എടാ നിന്റെ വോയിസ് എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. നീ കാര്യം പറ. വല്യേട്ടാ അവിടെ നിന്ന് സിഗ്നൽ ഇല്ലേ? എടാ വിവേകെ, നീ കാര്യം മിഥുനേട്ടാ എന്തു പറ്റി? വിവേക് വിളിച്ചാ ചാരു. ഞാൻ ഇവിടുന്ന് പറയുന്നൊന്നും അവന് കേൾക്കാൻ പറ്റുന്നില്ലെന്നാ പറയുന്നേ. ഇവിടെ നിന്നാ ചിലപ്പോ സിഗ്നൽ കിട്ടില്ല മിഥുനേട്ടാ. കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ കിട്ടും. ഡാ വിവേകെ, ഒരു മിനിറ്റ്, 1 മിനിറ്റ്. അർജുൻ സർ, സാറിനോട് മാഡം അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി ചാരു. ഗുഡ് മോർണിംഗ് സംയുക്ത മാഡം. അർജുൻ, ദേ അങ്ങോട്ടിരിക്കെ. ഹലോ വിവേക്, ഇപ്പം കേൾക്കുന്നുണ്ടോടാ? വല്യേട്ടാ ഇപ്പൊ എനിക്ക് ശരിക്കും കേൾക്കുന്നുണ്ട്. എന്താടാ നീ എന്തിനാ വലിയ അത്യാവശ്യമായിട്ട് വിളിച്ചത്? ഒന്നുമില്ല വല്യേട്ടാ. അത് പിന്നെ വല്യേട്ടനവിടെ സേഫ് ആയിട്ട് എത്തിയോന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് വിളിച്ചു നോക്കിയതാ, അത്രേ ഉള്ളൂ. നീ എടാ ഞാൻ വിചാരിച്ചു നീ എന്തോ പ്രശ്നത്തിൽപ്പെട്ടിട്ട് വിളിക്കാന്ന്. പ്രശ്നം ഇല്ലാത്തതാണോ വല്യേട്ടാ പ്രശ്നം? ഡാ എനിക്ക് സമയമില്ല, നീ വെച്ചിട്ട് പോയി. ഇവിടെ ഇരുന്ന് അർജുൻ ഇതിപ്പോ എവിടേക്ക് പോയി? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലേ? മിഥുനേട്ടാ ഇത്രയും സമയം എവിടെ പോയതായിരുന്നു? എന്തു പറ്റി ചാരു? മാഡം അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു വിളിച്ചു. ഞാൻ ഇൻഫോം ചെയ്യാൻ വേണ്ടി വന്നതാ. വന്നപ്പോ മിഥുനേട്ടനെ കണ്ടതുമില്ല. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് എന്തിനാ? അടുത്ത അപ്പോയിന്റ്മെന്റ് ആരുടെയാന്ന് ചോദിച്ച് മാഡം പറഞ്ഞതുകൊണ്ട് ഞാൻ അർജുൻ സാറിന് അകത്തേക്ക് കയറ്റി വിട്ടു. അതെന്താ ചാരു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഒരു ഫോൺ വന്നിട്ട് അങ്ങോട്ട് പോയതാണെന്ന് എനിക്ക് അറിയാമായിരുന്നല്ലോ. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കോൾ ആയിരിക്കും വിചാരിച്ച് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അർജുൻ സാറിന് അകത്തേക്ക് കയറ്റി വിട്ടത്. എന്താ അർജന്റ് കോൾ ആയിരുന്നോ? അർജന്റും അല്ല, ഒരു മണ്ണാങ്കട്ടയല്ല. ഞാൻ ഇവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അത്രേ. അയ്യോ അങ്ങനെയായിരുന്നോ? അതൊന്നും സാരമില്ല. മിഥുനേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ അകത്ത് ചെന്ന് നോക്കിയിട്ട് വരാം. അതെ അർജുൻ, ജയമർ സാറിന്റെ പ്രൊജക്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഏത് രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെയാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഒരു പ്രസന്റേഷൻ റെഡിയാക്കിക്കോളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടുത്തെ എഞ്ചിനീയേഴ്സുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. അതിപ്പോ എങ്ങനെയായാലും ആ പ്രൊജക്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ബൈ ദ വേ, ഐ ഹാവ് എ സ്മോൾ റിക്വസ്റ്റ്. എന്താ അർജുൻ അത്? ഈ പ്രൊജക്ടിന് വേണ്ടി ഞാൻ എത്രത്തോളം ട്രൈ ചെയ്യുന്നോ അത്രത്തോളം തന്നെ മിഥുനും ട്രൈ ചെയ്യുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രൊജക്ട് മേഘ വിചാരിക്കുകയാണെങ്കിൽ മിഥുന് കൊടുക്കാൻ സാധിക്കില്ല. ഞങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മത്സരത്തിൽ എനിക്ക് തോൽവി സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നെ അർജുന് സംശയമുണ്ടെന്നാണോ? ഞാൻ എന്തിനാണ് മേഘയെ സംശയിക്കുന്നത്? ജയമർ സാറിന് എന്റെ മേലുള്ള വിശ്വാസം കൊണ്ടാണ് ഈ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ധൈര്യത്തിലാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇതൊക്കെ മറന്ന് പ്രവർത്തിക്കൂ എന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രൊജക്ടിന്റെ പേരിൽ ബന്ധങ്ങളോ സ്നേഹത്തിന്റെ ബന്ധനമോ ഞാൻ ഒരിക്കലും കാര്യാക്കില്ല. ജയമർ സാറിന്റെ വിശ്വാസം എനിക്ക് കാത്തു സൂക്ഷിച്ചേ പറ്റൂ. മിഥുനേട്ടൻ വളരെ കഴിവുള്ള ഒരാൾ തന്നെയാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ജയമർ സാറിന്റെ പ്രൊജക്ട് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു വലിയ പ്രൊജക്റ്റാണ്. അതുകൊണ്ട് അതിന്റെ ജോലികളെല്ലാം നേരിട്ട് ഞാൻ തന്നെ മുന്നിൽ നിന്ന് ചെയ്യും. എനിക്കത് മനസ്സിലായി മേഘ. മേഘയ്ക്ക് എപ്പോഴും ഇതേ കോൺഫിഡൻസും ഇതേ കമ്മിറ്റ്മെന്റും ഉണ്ടായിരിക്കണം. ജയമർ സാറിന് വേണ്ടി വളരെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം. താങ്ക് യു വെരി മച്ച് അർജുൻ. ശരി മേഘ, ഞാൻ എന്നാ ഇറങ്ങാം. മിഥുൻ,
ഒരു പ്രൊജക്റ്റ് കൈ കിട്ടണമെങ്കിൽ കോൺഫിഡൻസും ഡെഡിക്കേഷനും മാത്രം പോരാ, പങ്ക്ച്വാലിറ്റി കൂടി കറക്റ്റായിട്ട് വേണം. മനസ്സിലായോ? അടുത്ത പ്രാവശ്യമെങ്കിലും എനിക്ക് മുൻപായി അപ്പോയിന്റ്മെന്റ് എങ്കിലും കിട്ടുമെന്നൊന്ന് ശ്രമിച്ചു നോക്കാം. ചാരു, ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എന്റെ ആയിരുന്നില്ലേ? എന്നിട്ട് എന്തിനാ കമ്മിറ്റ്മെന്റ്സ് വേണം, ടൈമിംഗ് വേണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പഠിപ്പിക്കുന്നേ? അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞോ? ആ സമയത്ത് മിഥുനേട്ടനെ കാണാത്തോണ്ട് അർജുൻ സാറിനെ കയറ്റി വിട്ടെന്നേ ഉള്ളൂ. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ചേട്ടൻ്റെതാ. ശരി ശരി, നടക്ക് നടക്ക്, വാനേ. അല്ല, എന്താ ഇവിടെ നടക്കുന്നേ? ആദ്യം എന്തിനാ അർജുനെ വിളിച്ചത്? ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എന്റെ ആയിരുന്നില്ലേ? ഇപ്പൊ അർജുന്റെ മുമ്പിൽ ഞാൻ അപമാനിക്കപ്പെട്ടു. മാത്രമല്ല, അവൻ ഇറങ്ങി പോകുന്ന സമയത്ത് എന്നോട് ഡയലോഗ് അടിച്ചിട്ടാ പോയത്. കുറച്ചു നേരം ആ അർജുൻ അവിടെ വെയിറ്റ് ചെയ്തെന്നോർത്ത് എന്താ കുഴപ്പം? എന്താ എനിക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലേ? ഇതൊന്നും തീരെ ശരിയല്ല മേഘനെ. ഇതൊന്നും തീരെ ശരിയല്ല മേഘനെ. ഇതൊന്നും തീരെ ശരിയല്ല മേഘനെ. ഇതൊന്നും തീരെ ശരിയല്ല മേഘനെ. Hello, Mr. Mithun Nandan. I'm not Meghna. This is Sam. And one more thing. This is not your home. JMRന്റെ ഓഫീസാണ്. I'm not your wife. Daughter of JMR. ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. എന്നോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും മിഥുനില്ല. മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം, പ്രോജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെങ്കിൽ അത് മാത്രം സംസാരിക്കാം. എന്താ മിഥുനേട്ടാ ഇത്? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്രസ് ഒന്നും എടുത്ത് ബെഡിനകത്ത് ഇടരുതെന്ന്. നോക്കിയേ, അതിനല്ലേ ഇവിടെ ലോണ്ടറി ബാഗ് വെച്ചിരിക്കുന്നത്. എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? സഡനായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്റെ വൈഫ് മേഘനയെ ഓർമ്മ വന്നു. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിച്ചതും. ശരിക്കും ഇതുപോലെ തന്നെ അവള് എന്നോട് ദേഷ്യപ്പെടാറ്. മേഘനയെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് അവരോട് ഭയങ്കര ദേഷ്യമാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ എന്നെ കാണുന്ന സമയത്തൊക്കെ ഭാര്യയെ ഓർക്കുന്നത്? അവള് തന്ന ഓരോ ഓർമ്മകളും നീ എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാൽ പോലും എന്നിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ല. അതെന്നോടൊപ്പം തന്നെ ഉണ്ടാവും. ദാറ്റ് മീൻസ് മിസ്റ്റർ മിഥുന് ഭാര്യയുടെ സ്നേഹമുള്ളത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഓർമ്മ വരുന്നത്? അല്ല, എന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് അവസാനം എന്നെ ചതിച്ചവളാണല്ലോ എന്ന് തന്നെ ഓർക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്നോട് ചെയ്ത വഞ്ചന എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇത്രയധികം സ്നേഹിച്ചിട്ടും എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയി. അതിന്റെ അവസാന ശ്വാസം വരെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. പ്ലീസ് ബി സീറ്റഡ്. ആക്ച്വലി അർജുന് മുമ്പേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മീറ്റിംഗിൽ ഫസ്റ്റ് വരുന്നു എന്നുള്ളത് ഒരു പോയിന്റ് അല്ല മിസ്റ്റർ മിഥുൻ. ആ
ആരാണ് പെർഫെക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിലാണ് കാര്യം. അതുപോലെ മിസ്റ്റർ മിഥുന് നിങ്ങളുടെ ഭാര്യ മേഘനയോടുള്ള ദേഷ്യമെല്ലാം ഒരു തെറ്റിദ്ധാരണയായിരിക്കും. തെറ്റിദ്ധാരണയോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ തന്നെ ഒരു നല്ല ബിൽഡിംഗ് നിർമ്മിച്ചു. അതിന് നിങ്ങൾ പല നിറത്തിലുള്ള പെയിന്റും അടിച്ചു. ഒരു നല്ല കൊടുങ്കാറ്റും മഴയും വന്നെന്നിരിക്കെ ആ പെയിന്റ് എല്ലാം ഒലിച്ചു പോകും. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ആ കൊടുങ്കാറ്റാണ് നിങ്ങൾ. അത് കാരണം നിങ്ങൾ സ്വയം നിർമ്മിച്ച ആ ബിൽഡിംഗിന്റെ സൗന്ദര്യവും നിങ്ങൾ നശിപ്പിച്ചു. നമ്മുടെ ലൈഫിൽ സമാധാനം വേണമെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം. നമ്മൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയ നമ്മുടെ ലൈഫിലും നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഓരോ മനുഷ്യരുടെയും അവസ്ഥകളാണ് അവരെ കൊണ്ട് തെറ്റും ശരികളും എല്ലാം ചെയ്യിക്കുന്നത്. അതിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതുപോലെ ഒരു കള്ളം നമ്മൾ പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിച്ചാലും അത് സത്യമായി മാറില്ല. ആ കള്ളത്തിനേക്കാൾ വലുത് സത്യമാണ്. സത്യം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. നിങ്ങൾ ലൈഫില് എന്തൊക്കെ വിട്ടുപോയി എന്ന് ഞാൻ പറയാൻ ശ്രമിക്കായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി പ്രോജക്റ്റ്. യെസ്. പ്രിയമത, എന്താ ഇത്? ഒരു നല്ല കാര്യം ഈ വീട്ടിൽ നടക്കാൻ പോവല്ലേ, അതാദ്യം ചേച്ചിയുടെ കയ്യിലല്ലേ എത്തേണ്ടത്. നീ എന്തിനെ കുറിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയമത. മറ്റൊന്നുമില്ല ചേച്ചി, ഇതെന്താണെന്ന് വെച്ചാ നമ്മുടെ വിവേകിന്റെ കല്യാണത്തിന്റെ ക്ഷണക്കത്താണ്. അപ്പൊ ക്ഷണക്കത്തൊക്കെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞോ പ്രിയമതേ? വച്ച് താമസിപ്പിക്കാവുന്ന കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ വെച്ച് താമസിപ്പിച്ച അത് മുതലെടുക്കാൻ പോലും ചുറ്റും ആളുള്ളതല്ലേ. ആ കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കേണ്ടതല്ലേ. എന്റെ ഒരേ ഒരു മകന് നല്ലത് വരാൻ വേണ്ടിയല്ലേ ഞാൻ എപ്പോഴും ശ്രമിക്കുകയുള്ളൂ. പക്ഷേ പ്രിയമതേ, ഇത്രയ്ക്ക് ധൃതി വെക്കേണ്ട കാര്യമുണ്ടോ? അതിനുള്ള സമയമൊന്നും ആയില്ലല്ലോ. സ്വന്തം മകന്റെ കല്യാണ കാര്യത്തിൽ ഇത്രയും താമസം ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് ടൈം ഉണ്ടാവും. അങ്ങനെയല്ലേ ചേട്ടാ? അതെന്താ പ്രിയമത നീ അങ്ങനെ സംസാരിക്കുന്നത്? പ്രസവിച്ചത് നീയാണെങ്കിലും അവനെ വളർത്തിയത് ഞാനാണ്. അല്ല, സ്വന്തം മകനോടുള്ള സ്വാർത്ഥത ഞാൻ എപ്പോ കാണിച്ചു എന്നാ പറയുന്നത്? അത് കാണിക്കുന്നത് നീയാ പ്രിയമത. അവൻ എന്റെ മകനാണ്, അവൻ എന്റെ ഇഷ്ടം മാത്രമേ ചെയ്യൂ എന്നൊക്കെ പറയുന്നത് നീയാണെന്ന് ഓർത്തോ? നീ അവനെ പ്രസവിച്ചതുകൊണ്ട് നീ പറയുന്നതൊക്കെ നടക്കണോ? എന്റെ ബാക്കിയുള്ളവരെ ഒന്നും അറിയിക്കണ്ടേ? ഞങ്ങൾക്കൊന്നും ഒരു കടമയില്ലെന്നാണോ? ശരിയാ ചേച്ചി, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് മുമ്പേ തന്നെ പറഞ്ഞതല്ലേ. ഇപ്പൊ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞപ്പോ എന്താ ഇങ്ങനെ പറയുന്നേ? ഇനി അമ്മ നോക്കിയല്ലേ പറ്റൂ. അമ്മയ്ക്ക് അങ്ങനെ വിടാൻ പറ്റുമോ? ഇത് ഒരു അമ്മയുടെ അവകാശമല്ലേ. ഈ കാര്യങ്ങളൊക്കെ നടക്കേണ്ട സമയത്ത് തന്നെ നടന്നേ മതിയാവൂ. ഈ കാര്യത്തില് വിവേകിനും സന്തോഷമേ ഉള്ളൂ. അവന് സന്തോഷാണെന്നുള്ള കാര്യം നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഇതിനെക്കുറിച്ച് കേട്ടപ്പോ തന്നെ പാവം അവന്റെ സന്തോഷം മുഴുവൻ പോയി എന്നുള്ളതാ. കല്യാണത്തിന്റെ സമയം വരെ നോക്കി ക്ഷണക്കത്ത് വരെ അടിച്ചു.
ഒരമ്മ എന്നുള്ള രീതിയിൽ നീ എല്ലാം ചെയ്യുമെങ്കിൽ ഞങ്ങൾ എന്തിനാ പിന്നെ അറിയിക്കുന്നത്? നോക്കൂ പ്രിയമതേ, വിവേകിനോട് നിനക്കുള്ള കടമ എന്താണെന്നുള്ളത് ഒരമ്മ എന്ന നിലയ്ക്ക് നീ ആദ്യം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഇതിൽ അവകാശമൊന്നും ഇല്ലെന്നായിരിക്കും. ഇങ്ങനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. നിനക്ക് അവനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാനൊന്നും പറ്റില്ല. അവനത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വേറെ വഴി നോക്കേണ്ടി വരും.